മുളക് പൊടി പോലെ ഉണ്ട്. ഇതാണ് റെഡ് ഡെസേർട്ട് ഓഫ് ഇന്ത്യ എന്ന് പറയപ്പെടുന്ന സ്ഥലം. ഹായ് ഫ്രണ്ട്സ്, ട്രാവലേഴ്സ് എഡ്ജിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത് വളരെ ഡിഫറെൻ്റായ, അധികം ആരും കേട്ടുകേൾവില്ലാത്ത ഒരു സ്ഥലത്തെ പറ്റിയാണ്. തമിഴ്നാട്ടിലെ തെറിക്കാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്തെ പറ്റിയാണ്. ഇംഗ്ലീഷിൽ അങ്ങനെയാണ് വായിക്കുക, തെറിക്കാട് എന്നുള്ളത്. അപ്പോൾ ഈ തെറിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തെ കുറിച്ചുള്ള വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ തെറിക്കാടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തെറിക്കാടിനെ അറിയപ്പെടുന്നത് തന്നെ റെഡ് ഡെസേർട്ട് ഓഫ് ഇന്ത്യ എന്നാണ്. കാരണം എൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ കാണാം. അതായത് ഇതൊരു റെഡ് ഡെസേർട്ട് എന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇവിടുത്തെ സോയിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യുവർ റെഡാണ്. സോ ഒരു ഡെസേർട്ടിൻ്റെ അതേപോലെയുള്ള സോയിലാണിത്, ബട്ട് ഭയങ്കര റെഡിഷ് ആയിട്ടുള്ളൊരു സോയിലാണ്. ഇവിടെ ഈ മരങ്ങളൊക്കെ കാണാം. ഇതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയാണ്. റെഡ് സോയിലിൽ ഗ്രീൻ പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. അപ്പം ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് തൃച്ചെന്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിൽ നിന്നും ഏകദേശം 18 കിലോമീറ്റർ അകലെയായിട്ടാണ്. കുറച്ച് ഔട്ടറിലുള്ളൊരു ലൊക്കേഷനാണിത്. ഈ ലൊക്കേഷനും മറ്റു വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ മുഴുവൻ കാണാൻ മറക്കരുത്. ഇവിടെ ഫുള്ള് റെഡ് മണ്ണാണ്, കംപ്ലീറ്റ് റെഡ് കളറിലുള്ള മണ്ണാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിനോടനുബന്ധിച്ച് ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എത്രത്തോളം ആൾക്കാരുള്ളത്. ഇത് അരുൾമിക്കു കറുകവേൽ അയ്യനാർ ടെമ്പിൾ എന്ന് പറഞ്ഞ ടെമ്പിളാണിത്. അപ്പം ആ ടെമ്പിളിൽ എവിടെ എന്തോ വിശേഷ ദിവസമായതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഒരു റെഡ് സാൻഡ് അല്ലെങ്കിൽ റെഡ് ഡെസേർട്ട് തന്നെ ഉള്ളത്. അപ്പോൾ റെഡ് ഡെസേർട്ടിന് അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അവിടെ ഒരുപാട് പേര് ഇരിക്കുന്നതൊക്കെ കാണാം. ആ ഒരു കളർ തന്നെ മാറി, ഭയങ്കര റെഡായിട്ട് ആ ഒരു കളർ തന്നെ മാറി, ഭയങ്കര റെഡ് എടുത്ത് കാണുകയാണ്. ഒരുപാട് പേര് നിലത്തിരിക്കുന്നുണ്ട്. നമ്മൾ കടപ്പുറത്തൊക്കെ പോയിരിക്കുന്ന അതേ ഒരു രീതിയിലാണ് ആൾക്കാർ ഇരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ചുവന്ന മണ്ണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിലായി കഴിഞ്ഞാൽ ചളി പോലെ കിടക്കും. ഇത് അതാവുന്നില്ല, മണൽ കയ്യിലുള്ളതുപോലെ ഇതാ, കയ്യിൽ ചെളിയില്ല. സോ ഇതാണ് റെഡ് ഡെസേർട്ട് ഓഫ് ഇന്ത്യ എന്ന് പറയപ്പെടുന്ന സ്ഥലം. സോ തമിഴ്നാട്ടിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. തൃച്ചെന്തൂരിന് അടുത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. തൃച്ചെന്തൂരിന് ഒരു 18 കിലോമീറ്റർ അടുത്തായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മണ്ണ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു കടപ്പുറത്ത് കിട്ടുന്ന ഒരു മണ്ണില്ലേ, അതേപോലെ അതിൻ്റെ റെഡ് കളർ, നല്ല റെഡിഷ് ആയിട്ടുള്ള ഒരു തരം ഇത് ഞാനിങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ കയ്യിൽ ചെളിയോ ആവുന്നില്ല. സോ അത്രയും പ്യുവറായിട്ടുള്ള നല്ല രസമുള്ളൊരു ഏരിയയാണ്. അപ്പോൾ അതിന് മാത്രമല്ല, ഈ ഒരു സൈഡിൽ ഇപ്പോൾ ഇവിടേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ നല്ല ഗ്രീനറീസ് ഉണ്ട്. അപ്പോൾ ഗ്രീനറീസൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു കാഴ്ച ഭയങ്കര രസമായിരിക്കും. ഈ ഒരു സൈഡിൽ ഇതിപ്പോൾ ഓൾറെഡി സൺസെറ്റ് ആയി, അതുകൊണ്ട് കുറച്ച് ഡാർക്കായിട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. ബട്ട് അറ്റ് സെയിം ടൈം എന്താ പറയുക, വളരെ മനോഹരമായൊരു ലൊക്കേഷനാണിത്. ഒരുപാട് പേര് ഇവിടെ വന്ന് ഇരിക്കുന്നൊക്കെ ഉണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് തന്നെ ഒരു ടെമ്പിൾ കൂടെയുണ്ട്. അപ്പോൾ ഈ ഒരു ടെമ്പിളിലെ വിശേഷങ്ങളുമായിട്ടാണ് ഇവിടെ ഒരുപാട് പേര് വരാറ്. അതുമാത്രമല്ല, ഇവിടുത്തെ ഈ ഒരു നാടിൻ്റെ പ്രത്യേകത ഇവിടുത്തെ മണ്ണ് തന്നെയാണ്. അപ്പോൾ ഈ മണ്ണും പ്രിസർവ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പ്രിക്കോഷൻസും ഒരുപാട് സ്റ്റെപ്സ് എല്ലാം ഇവർ തമിഴ്നാട് ഗവൺമെൻറ് എടുക്കുന്നുണ്ട് എന്നും കൂടെ അറിയുന്നു. കാരണം ഇതിവിടെ മാത്രമാണ് ഇങ്ങനെ പ്യുവർ റെഡിഷ് ആയിട്ടുള്ള ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള സാൻഡ് കാണാനുള്ളത്. വേറെ എവിടെയും ഇല്ല, ഇന്ത്യയിൽ എവിടെയും ഇല്ല. ആ ഒരു കാരണം കൊണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.